ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ ഉണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ചോറിനൊപ്പം കഴിക്കാൻ വേറൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ചമ്മന്തി മാത്രം മതി. അപ്പോൾ ഇതൊരിക്കലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ? നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവേദം സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. തുടങ്ങാം. അപ്പോൾ വഴുതനങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നതിനായി 3 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണിത്, ഒരു 150 ഗ്രാമൊക്കെ ഉണ്ടാവും 3 കൂടി. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം, കാരണം ഇത് അവസാനം അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 സൈഡും നന്നായി റോസ്റ്റായി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെ ഒരു 3 ഉണക്കമുളക് കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഉണക്കമുളകൊക്കെ നന്നായി റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു 8-10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി റോസ്റ്റായി വരണം. ഇനി ചെറിയ കഷ്ണം പുളി കൂടി ഇട്ട് കൊടുക്കാം. പുളിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് എല്ലാം ഒന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഉണക്കമുളക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വല്ലാതെ പൊടിയാക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി, പൊടിയാവരുത്. ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളിയും പുളിയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം കൂട്ടേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായി അരക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ എല്ലാവരും നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വരിക വേണ്ടുള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ അതാ നമ്മുടെ അടിപൊളി വഴുതനങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച എണ്ണയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ആ എണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരിക്കലെങ്കിലും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കിയിട്ട് എല്ലാവരും കമൻസ് ഒന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.